ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. മാത്രമല്ല നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആവാനായി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല തിളച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അത് കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കി വയ്ക്കുക മാവ്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ നെയ്യിൽ നമ്മൾ പാളയംകോടൻ പഴമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം ചേർക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഒരു പഴം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മാവിന് കുറച്ച് നെയ്യ് ചേർക്കുന്നത് അതൊന്നും കൂടി ഒരു മാവിന് മയം കിട്ടാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുന്നത് ശർക്കര ഉരുകി വരും ഈ ചൂടാവുമ്പോഴേ, അപ്പോൾ അത് പുറത്തേക്ക് പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചാൽ മതി, കൂടുതലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയൊക്കെ ചെയ്താൽ അട നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ രുചി ആസ്വദിക്കുക. താങ്ക് യു.